കടലിനടിയിലായിരുന്ന 1300 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയണോ? എന്നാ വായോ, വെൽക്കം ടു മഹാബലിപുരം. നമസ്കാരം. നമ്മളിപ്പോ മഹാബലിപുരത്താണ് ഉള്ളത്. സിൽവർ മൂൺ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. ഇവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഷോർ ടെമ്പിളും ബീച്ചും ഒക്കെ പോകാനായിട്ട്. പിന്നെ നമ്മൾ ആദ്യം പോകുന്നത് ഷോർ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനാണ്. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. 40 രൂപയാണ് ഇന്ത്യൻ സിറ്റിസന്റെ ചാർജ് വരുന്നത്. സമയം ഇപ്പോൾ രാവിലെ 7 മണിയാണ്. ആളുകളൊക്കെ ജസ്റ്റ് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളിവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം അകത്തേക്ക് കയറാനേ. നല്ല തറയോടൊക്കെ ഇട്ടിട്ട് 2 സൈഡും ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഈ വഴിയിലൂടെ വേണം നമുക്ക് നടന്നു പോകാനായിട്ട്. ഈ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇതിനെ പറ്റിയുള്ള ഒരു ഇൻട്രോ പറഞ്ഞു തരാം, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അതിപുരാതനമായിട്ടുള്ള ഒരു തുറമുഖ നഗരമാണ് നമ്മുടെ മഹാബലിപുരം. മാമല്ലപുരം എന്ന് പറയുന്നത് വേറൊരു പേരാണേ. 7ാം നൂറ്റാണ്ടില് പല്ലവ രാജാക്കന്മാരാണ് ഈ നഗരം രൂപീകരിക്കുന്നത്. ആ ഒരു ടൈം പീരീഡിൽ ഒത്തിരി ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മോണുമെന്റ്സ് അവരിവിടെ നിർമ്മിക്കുകയുണ്ടായി. അതിനെ സംരക്ഷിക്കാനായിട്ട് യുനെസ്കോ 1984 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന പട്ടികയിൽ നമ്മുടെ മഹാബലിപുരത്തിനെ ഉൾപ്പെടുത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു മോണുമെന്റ് ആണ് നമ്മളിപ്പോ കാണാൻ വന്നിരിക്കുന്ന ഈ ഷോർ ടെമ്പിൾ എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് നിലനിൽക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഈ ഷോർ ടെമ്പിൾ എന്ന് പറയുന്നത്. വിസിറ്റേഴ്സിന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഓറ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും. കൊത്തുപണികളോട് കൂടിയ ഗ്രാനൈറ്റ് കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കാണുന്നില്ലേ, ഒരുപാട് നന്ദിയുടെ പ്രതിമകൾ ഇതിന് ചുറ്റും വെച്ചിട്ടുണ്ട്. ഈ ഷോർ ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് 3 ക്ഷേത്രങ്ങളെ സംയോജിപ്പിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാന ശ്രീകോവിൽ എന്ന് പറയുന്നത് ശിവന്റേതാണ്. രണ്ടാമത്തെ ചെറിയ ക്ഷേത്രവും ശിവന് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ നടുക്കായിട്ട് ഒരു ചെറിയ ക്ഷേത്രമുണ്ട്, അത് വിഷ്ണു ഭഗവാന് സമർപ്പിച്ചിട്ടുള്ളതാണ്. കാലപ്പഴക്കവും കടൽക്ഷോഭവും ഉപ്പിന്റെ അംശമുള്ള കാറ്റും ഇതൊക്കെ കൊണ്ടിട്ടുള്ള നാശനഷ്ടം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വാൾപേപ്പർ പൾപ്പും ചില കെമിക്കൽ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് മാക്സിമം ഇവയെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുവാണ്. പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ 2ാമന്റെ ഭരണകാലത്ത് ഈ സ്ഥലം ഒരു തിരക്കേറിയ തുറമുഖമായിരുന്നു. കൂടാതെ ക്ഷേത്രത്തിന്റെ ഈ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത് കണ്ടിട്ട് ഇതുവഴി കടന്നുപോയിരുന്ന കടൽ യാത്രക്കാര് ലാൻഡ് ഓഫ് 7 പഗോഡാസ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പല ചരിത്രങ്ങളും അത് പറയുന്നുണ്ട്. ഷോർ ടെമ്പിളിന് കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും വാതിലുണ്ട്. ഇത് ശിവന്റെ ചെറിയ ശ്രീകോവിലേക്കുള്ള എൻട്രൻസ് ആണ്. വെസ്റ്റ് സൈഡിലായിട്ടാണ് ഇത് വരുന്നത്. മെയിൻ ശ്രീകോവില് കിഴക്ക് ദർശനമായിട്ടാണ് പണിതിട്ടുള്ളത്. കാരണം ഉദിച്ചു വരുന്ന സൂര്യന്റെ കിരണങ്ങൾ പ്രധാന ശിവലിംഗത്തെ ഇങ്ങനെ പതിക്കുന്ന രീതിയിലായിട്ടാണ് അത് പണിതിട്ടുള്ളത്. വളരെ കട്ടിയുള്ള ബേസ്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. അതിന്റെ ഇടയിലൂടെ ഒരു കുഞ്ഞ് നടപ്പാതയുണ്ട്, അതുവഴി നമുക്ക് പ്രദക്ഷിണം വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചരിത്രത്തില് ഇതിനെ 7 പഗോഡാസ് എന്നാണ് പറയുന്നതെന്ന്. കാരണം ഇതുപോലുള്ള 6 ക്ഷേത്രങ്ങൾ ഇനിയും ഈ ഒരു ക്ഷേത്ര സമുച്ചയത്തിൽ ഉണ്ടായിരുന്നു എന്നും അത് നിലവിൽ കടലിന്റെ അടിയിലാണ് എന്നുമാണ് കരുതപ്പെടുന്നത്. അതിനെ സ്ഥിരീകരിക്കാൻ എന്നോണം 2004 നടന്ന സുനാമിയിൽ കുറച്ച് അവശിഷ്ടങ്ങളും അതിന്റെ രേഖകളും ഒക്കെ കിട്ടി എന്നാണ് പറയപ്പെടുന്നതും വിശ്വസിക്കുന്നതും. ഇവിടുത്തെ ശിലാലിഖിതങ്ങളും കൊത്തുപണികളും മെയിനായിട്ട് പറയുന്നത് ഹിന്ദു മിത്തോളജിയിലുള്ള പല കഥകളും പല്ലവ കാലഘട്ടത്തിലുള്ള ജീവിതമൊക്കെയാണ്. ഈ ഷോർ ടെമ്പിൾ സമുച്ചയത്തിൽ 3 ക്ഷേത്രങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ കണ്ട ഒരു മകുടം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രം ഒരു കാലത്ത് ഫങ്ഷണൽ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ശിവന് സമർപ്പിച്ചിട്ടുള്ള പ്രധാന ക്ഷേത്രം. നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ഗൈഡിന്റെ സർവീസ് അവൈൽ ചെയ്യാവുന്നതാണ്. വളരെ കനത്തിലുള്ള ഒരു ചുറ്റുമതില്, അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ മണ്ഡപം, അതിന്റെ ഉള്ളിലായിട്ടാണ് ശ്രീകോവിലിന്റെ ഉള്ളിൽ ഈ ഒരു പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത്. കറുത്ത ബസാൾട്ട് കല്ലിൽ കൊത്തിയെടുത്ത രാജസിംഹം ശൈലിയിലാണ് ഇവിടുത്തെ ശിവലിംഗം ചെയ്തിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാല്ലേ, അതിന്റെ മുകൾ ഭാഗം കുറച്ച് തകർന്നിരിക്കുന്ന രീതിയിലാണ് ഉള്ളത്. അതിന്റെ മുകളിൽ ഒരു കിരീടം വെച്ചിരുന്ന പോലെയുള്ള ഒരു രീതിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ ശിവലിംഗത്തിന്റെ
ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 6 അടിയാണ്. ഇതിന്റെ പിന്നിലേക്ക് പോകുമ്പോഴാണ് എതിർ ദിശകളിലേക്ക് അഭിമുഖമായിട്ട് ഇരിക്കുന്ന 2 ശ്രീകോവിലുകൾ ഉള്ളത്. ഉള്ളിലേക്ക് പോകാനായിട്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്ക് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് വിഷ്ണു ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ശ്രീകോവിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ഫോട്ടോയാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിക്കേ, 1300 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എത്ര പ്രതികൂല സാഹചര്യങ്ങളെ മുന്നിട്ടിട്ടായിരിക്കും ഈ ഒരു കലാസൃഷ്ടി ഇന്നും ഇത്ര തലയെടുപ്പോടുകൂടി ഇവിടെ നിൽക്കുന്നത്. ഇതിവിടത്തെ മറ്റൊരു പ്രത്യേകതയുള്ള കലാസൃഷ്ടിയാണ്. ഒറ്റക്കല്ലിലാണ് ഈ ഒരു രൂപം തീർത്തിരിക്കുന്നത്. ദുർഗാദേവി ഉണ്ടല്ലോ, തൻ്റെ സിംഹവാഹനത്തിന്റെ പുറത്ത് കയറി സഞ്ചരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സിംഹത്തിന്റെ ഹൃദയഭാഗത്തായിട്ട് കണ്ടോ ഒരു കുഞ്ഞു ശ്രീകോവില് പണിതിട്ടുണ്ടായിരുന്നു. ഇതില് ദുർഗാദേവിനെ മഹിഷാസുര മർദ്ദിനിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ കണ്ടോ സിംഹത്തിന്റെ വാ കുറച്ചിങ്ങനെ തുറന്നാണ് ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം ദേവിയുടെ പ്രിയപ്പെട്ട സിംഹമായിരുന്നു എന്നുള്ള ആ ഒരു പങ്കിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പല്ലവന്മാരുടെ എഞ്ചിനീയറിംഗ് സ്കില്ല് വെളിപ്പെടുത്തുന്ന രീതിയിൽ ഗംഭീരമായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെയുണ്ട്. മഴയും കടൽ വെള്ളവും ഒക്കെ കെട്ടി നിൽക്കാതെ ഒഴുകി പോകാനായിട്ട് ഇത് സഹായിച്ചിരുന്നു. സുനാമി ടൈമിലും ഇത് കാരണം ഇവിടുത്തെ ജലനിരപ്പ് ഏതാനും മിനിറ്റുകളുടെ ഉള്ളിൽ തന്നെ സാധാരണ നിലയിലേക്ക് പോവുകയും കാര്യമായ കേടുപാടുകളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രാചീന ദ്രാവിഡ ശൈലിയിലുള്ള ഈ ഒരു ക്ഷേത്ര സമുച്ചയത്തിൽ കലാപരമായിട്ടും ആധ്യാത്മികപരമായിട്ടും സവിശേഷതയുള്ള ഒരു സൃഷ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. അതായത് സോമസ്കന്ധ പാനൽ. ശിവനും പാർവതിയും അവരുടെ പുത്രനായ കാർത്തികേയനും ഒരുമിച്ച് കാണുന്ന ഒരു പാനലാണിത്. അതാണ് അവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. 4 കൈയുള്ള ശിവനും ഇടതുവശത്തായിട്ട് പാർവതിയും നടുക്ക് കാർത്തികേയനും ഇരിക്കുന്ന ഒരു രൂപത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കുടുംബ ബന്ധം, അതിൻ്റെ ഒരു ഐക്യം, അതിനെയൊക്കെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ചെറിയ ശിവക്ഷേത്രമില്ലേ, അതിന്റെ സ്ലാബിൽ കണ്ടെത്തിയിട്ടുള്ള 2 ലിഖിതങ്ങൾ പ്രകാരം ഈ 3 ക്ഷേത്രങ്ങളെയും എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ഇവിടെ അവർ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ച് വീണ്ടും പ്രധാന ശിവലിംഗത്തിന്റെ അവിടെ എത്തിയിരിക്കുവാണ്. പ്രതിഷ്ഠകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് കാരണം തന്നെ ഇവിടെ പൂജാ കർമ്മങ്ങളൊന്നും തന്നെ നടത്താറില്ല. എന്നിരുന്നാലും രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇവിടെ പ്രവേശനമുണ്ട്. യൂറോപ്യന്മാരുടെ ഡയറി കുറിപ്പുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് 7 പഗോഡകളുടെ ഭാഗമായിരുന്നു എന്നും ബാക്കി എല്ലാം നിന്നും കടലിന്റെ അടിയിൽ ഉണ്ടായിരിക്കും എന്നൊക്കെയാണല്ലോ വിചാരിക്കുന്നത്. അപ്പൊ അതില് ഒരു 2004 ഡിസംബറിൽ ഉണ്ടായ സുനാമിയിൽ ഈ 7-8 നൂറ്റാണ്ടുകളിൽ പല്ലവ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്ന ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചുവരുകൾ, അലങ്കരിച്ചിരുന്ന സിംഹങ്ങൾ, ആന, മയില്, അങ്ങനെയുള്ള പുരാതനമായിട്ടുള്ള ശിലാശില്പങ്ങളും പുറത്തു വരികയുണ്ടായി. കൂടാതെ 2000 ഇവിടെ നടത്തിയ ഖനനത്തില് ഈ മണലിന്റെ അടിയിൽ നിന്ന് പുതിയ പുതിയ ഘടനകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഏകദേശം 18 മീറ്റർ ഉയരവും പിന്നെ 15 മീറ്ററോളം വരുന്ന ചതുരശ്രമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണിത് ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള പാറയിൽ കൊത്തിയെടുത്തിട്ടുള്ളതല്ല, ഇത് 5 നിലകളുള്ള ഒരു ഘടനാപരമായിട്ടുള്ള ക്ഷേത്രമാണ്. 1990 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു കിണറു പോലെയുള്ള ചുറ്റുമതിലുള്ള ഭൂവരാഹ പ്രതിച്ഛായയുള്ള ഒരു ചെറിയ ക്ഷേത്രം കണ്ടെത്തി. പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ മാമല്ലയുടെ ഭരണകാലത്തുണ്ടാക്കിയതാണ് എന്നാണ് കരുതപ്പെടുന്നത്. കല്ലിൽ കൊത്തിയെടുത്ത 16 വശങ്ങളുള്ള ഒരു ബേസ്മെന്റ് ആണ് ഇതിനുള്ളത്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയെടുത്തതും കണ്ടെത്താൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് സത്യങ്ങളും രഹസ്യങ്ങളുമുള്ള ഒരു അത്ഭുതമാണ് ഈ ഷോർ ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു ചരിത്ര സൃഷ്ടിയിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അതിനെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോഴും നമുക്കൊരു അത്ഭുതം തോന്നിപ്പോവും. കാരണം നിങ്ങളൊരു ചരിത്രം ഇഷ്ടപ്പെടുന്നയാളോ അല്ലെങ്കിൽ ആത്മീയത ഇഷ്ടപ്പെടുന്നയാളോ അല്ലെങ്കിൽ പുരാതന അത്ഭുതങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഷോർ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത് വർത്തായിരിക്കും, അത് ഉറപ്പാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കടലിന്റെ ഉള്ളിലായിട്ട് ഒരു പാറക്കെട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ക്ഷേത്രം പണിതിട്ടുണ്ട്. അവിടെ ആളുകൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ വേലി കെട്ടിയിട്ടുള്ളത് കൊണ്ട് അതിന്റെ അങ്ങോട്ടേക്ക് നടന്നു പോകാനായിട്ട് പറ്റത്തില്ല, വേറെ വഴി കൂടെ വേണം പോകാനായിട്ട്. അങ്ങനെ ഷോർ ടെമ്പിളിന്റെ എല്ലാ കാഴ്ചകളും കണ്ട ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇന്ത്യയിലുള്ള യുനെസ്കോയുടെ 32 വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
മഹാബലിപുരത്ത് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. അതിലേക്കെല്ലാം തന്നെ നമുക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാലോ? അപ്പൊ തൽക്കാലത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം.